ഇന്നലെ തിരുവനന്തപുരത്തിന്റെ വിവിധ തീരപ്രദേശങ്ങളിൽ കടലാക്രമണവും കടലേറ്റവും ഉണ്ടായി. അതിൽ നിരവധി വീടുകൾ തകർന്നു. റോഡ് ഗതാഗതം ഭാഗികമായും പൂർണ്ണമായും നിശ്ചലമായി. മത്സ്യബന്ധനത്തിന് പോകുന്ന മത്സ്യത്തൊഴിലാളികളുടെ അന്നം മുട്ടി. അങ്ങനെ പലതരത്തിൽ ഇന്നലെ ഉണ്ടായ കടലാക്രമണം ജനജീവിതത്തെ ബാധിച്ചു. എന്നാൽ ഈ കടലാക്രമണം ദുരന്തമുണ്ടാകുന്നതിനും എത്രയോ ദിവസങ്ങൾ മുമ്പേ അല്ലെങ്കിൽ എത്രയോ കാലങ്ങൾ മുമ്പേ തങ്ങൾ അപകടത്തിലാണ് എന്ന് ഇവിടുത്തെ ഭരണാധികാരികളോട് അവർ പലവരും പറഞ്ഞിട്ടുള്ളതാണ്. എന്നാൽ വേണ്ട രീതിയിലുള്ള നടപടിയൊന്നും മാറി മാറി കേരളം ഭരിച്ച സർക്കാരുകളുടെ ഭാഗത്തു നിന്നുണ്ടായതുമില്ല. എന്നാൽ 15 വർഷമായി തിരുവനന്തപുരത്തിന്റെ MP ആയിരിക്കുന്ന ശശി തരൂരും ഈ വിഷയത്തിൽ വേണ്ട നടപടി സ്വീകരിച്ചിട്ടില്ല എന്ന് തന്നെയാണ് പ്രദേശവാസികളുടെ ആരോപണവും. ഈ അവസരത്തിൽ തീരദേശ മേഖലയിലെ ജനങ്ങളുടെ പ്രശ്നത്തിൽ കൃത്യമായ ഇടപെടൽ നടത്തിയിരിക്കുകയാണ് കേന്ദ്രമന്ത്രിയും NDA സ്ഥാനാർത്ഥിയുമായ രാജീവ് ചന്ദ്രശേഖർ. കഴിഞ്ഞ ദിവസം പൂവാറടക്കമുള്ള വിവിധ ഇടങ്ങളിൽ അദ്ദേഹം സന്ദർശിക്കുകയും കടലാക്രമണ ഭീഷണിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തുറന്ന ചർച്ച നടത്തുകയും ചെയ്തു. തുടർന്ന് 6 ദിവസത്തിനുള്ളിൽ തന്നെ ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തുവാൻ ഡൽഹിയിൽ നിന്നുള്ള സംഘം കേരളത്തിലെത്തി. തീരദേശത്തെ പ്രദേശവാസികളോട് കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തു രാജീവ് ചന്ദ്രശേഖർ. ഇന്നലെ ഉണ്ടായ കടലാക്രമണം ഭരണപരാജയത്തിന്റെ തെളിവാണെന്നും ഈ പ്രശ്നത്തിൽ ഉടൻ തന്നെ വേണ്ട പരിഹാരം കണ്ടെത്തുമെന്നും രാജീവ് ചന്ദ്രശേഖർ ഉറപ്പു നൽകി. തീരദേശവാസികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും അതിൽ പരിഹാരം കണ്ടെത്താത്ത സർക്കാരുകൾക്കെതിരായുള്ള മറുപടികളും പ്രസ്താവന രൂപേണ അദ്ദേഹം പുറത്തിറക്കി. പ്രസ്താവനയിലൂടെ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: തിരുവനന്തപുരത്തിന്റെ തീരപ്രദേശത്തുണ്ടായ കടലാക്രമണം കാലാകാലങ്ങളായി ഇടതു വലത് ഭരണകൂടങ്ങളും ജനപ്രതിനിധികളും ഈ മേഖലയിലെ ജനങ്ങളോട് കാട്ടിവരുന്ന അവഗണനയുടെ ഫലമാണെന്ന് തിരുവനന്തപുരം NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. തിരുവനന്തപുരത്തിന്റെ തീരദേശ മേഖലയിൽ കടലാക്രമണവും അതിനെ തുടർന്ന് ജനങ്ങൾക്കുണ്ടായ ദുരിതങ്ങൾക്കും ഉത്തരവാദികൾ മാറി മാറി ഭരിക്കുന്ന ഭരണകൂടങ്ങളാണ്. ജനങ്ങൾ വിശ്വസിച്ച് തെരഞ്ഞെടുത്തയച്ച കോൺഗ്രസ് MPക്കും ഭരണത്തിലിരിക്കുന്ന ഇടതുമുന്നണിക്കും ഇക്കാലം അത്രയും എന്തായിരുന്നു പണിയെന്ന് മനസ്സിലാകുന്നില്ല. തീരദേശത്തിന്റെ ദുരിതത്തിന് പരിഹാരം കാണാൻ ഇവർ ഒന്നും ചെയ്തില്ല. രാജീവ് ചന്ദ്രശേഖർ പ്രസ്താവനയിൽ പറയുന്നു. 60 വർഷത്തിലധികമായി ഇടതു വലതു മുന്നണികൾ ചെയ്തു കൂട്ടിയതിന്റെ ദുരിതമാണ് ഈ കാണുന്നത്. മനുഷ്യത്വം തീരെ മരവിച്ച ഒരു ഭരണകൂടത്തിനും ആത്മാർത്ഥത തെല്ലുമില്ലാത്ത ജനപ്രതിനിധികൾക്കും മാത്രമേ ഈ യാതന കയ്യും കെട്ടി നോക്കി നിൽക്കുവാൻ കഴിയൂ. തീരദേശവാസികളെ നിത്യദുരിതത്തിലേക്ക് ആഴ്ത്തി രസിക്കുന്ന ഭരണകർത്താക്കളെ ജനങ്ങൾ തന്നെ നിരസിക്കുന്ന കാലം അകലെയല്ല. വടക്കോട്ട് നോക്കി കുറ്റം പറയുന്നതിന് പകരം വല്ലപ്പോഴും ഈ നാട്ടിലെ സാധാരണ ജനങ്ങളെ കൂടി പരിഗണിക്കാമായിരുന്നു. ഈ ദുരിതം ഇനിയും കണ്ടു നിൽക്കാനാകില്ല. ഇത് തുടരാൻ അനുവദിക്കുകയുമില്ല. ഇതിന് ശാശ്വതമായ പരിഹാരം കാണുന്നതിന് തീരദേശ ജനങ്ങൾക്കൊപ്പം ഞാനുണ്ടാകും. തീരദേശത്തെ ജനത അനുഭവിക്കുന്ന ദുരിതങ്ങൾക്ക് ശാശ്വത പരിഹാരം ഉണ്ടാകുമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. കടുത്ത ഭാഷയിൽ തന്നെയാണ് തുടർച്ചയായി കേരളം ഭരിക്കുന്ന LDFനെയും UDFനെയും രാജീവ് ചന്ദ്രശേഖർ കുറ്റപ്പെടുത്തുന്നത്. കാലങ്ങളായി ഇവിടം ഭരിച്ചവർ തീരദേശ മേഖലയിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേട്ടിരുന്നുവെങ്കിൽ ഇന്ന് ഇത്തരത്തിലൊരു ദുരന്തം ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന്റെ വരികളിലെ ശാസനയ്ക്ക് വ്യക്തത ഏറെയാണ്. ഒപ്പം അദ്ദേഹം നൽകുന്ന ആത്മവിശ്വാസവും ആശ്വാസകരമായ വാക്കും ചെറുതുമല്ല. ഇതിങ്ങനെ കയ്യും കെട്ടി നോക്കി നിൽക്കുവാൻ തനിക്കാകില്ല എന്ന് രാജീവ് ചന്ദ്രശേഖർ പറയുമ്പോൾ അതിന് മറ്റൊരു ഉത്തരം കൂടിയുണ്ട്. ഉടൻ തന്നെ ഈ വിഷയത്തിൽ താൻ ഇടപെടുമെന്നും പരിഹാരം തീർച്ചയായും കണ്ടെത്തുമെന്നും. കഴിഞ്ഞ നാളുകൾ അത്രയും മാധ്യമങ്ങളോടടക്കം അദ്ദേഹം പറയുന്ന വളരെ വ്യക്തമായ ഒരു കാര്യം: ഈ തെരഞ്ഞെടുപ്പ് തനിക്ക് വെറും തെരഞ്ഞെടുപ്പല്ല, ഇത് തൻ്റെ ഒരു മിഷൻ തന്നെയാണ്. ആ മിഷന്റെ ഭാഗമായി തീരദേശ മേഖലയിലെ ജനങ്ങളുടെ പ്രശ്നം കൂടി കാര്യമായി തന്നെ പരിഗണിക്കുന്നുണ്ട് NDA സ്ഥാനാർത്ഥിയായ രാജീവ് ചന്ദ്രശേഖർ.